നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് വേർഡിനെ ഈസി ആയിട്ട് PDF ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയാം അല്ലേ? നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ ഞാനൊരു കാര്യം പറയാം. അതായത് എന്നോട് പലരും ചോദിക്കാറുണ്ട് മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ പേഴ്സണൽ കോച്ചിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ പറയട്ടെ, നിങ്ങൾക്ക് എൻട്രി ആപ്പിൽ എൻ്റെ കോഴ്സ്, അതായത് മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ കോഴ്സ് അവൈലബിൾ ആണ്. ബേസിക് ടു അഡ്വാൻസ് ലെവലിൽ ചെയ്തിട്ടുണ്ട്. അതായത് ഈവൻ എക്സലിനെ പറ്റി ഒരു നോളജും ഇല്ലാത്ത ആൾക്കും അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ് ലെവൽ വരെ എത്താൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോ പാർട്ടിനും വർക്ക് ഷീറ്റ്സ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. നിങ്ങൾക്ക് എൻട്രി എന്ന് പറയുന്ന ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡിൽ ഞാനൊരു ഡോക്യുമെൻ്റ് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അല്ലേ. വേർഡ് ഡോക്യുമെൻ്റ് ആണിത്. അപ്പോൾ ഇതിനെയാണ് ഞാൻ PDF കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാനിവിടെ പറയാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫയൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഫയലിൽ സേവ് ആസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുക്കുക. ഇതിൽ നമ്മൾ ബ്രൗസ് ചെയ്തിട്ട് നമുക്ക് വേണ്ടുന്ന സ്ഥലം, അതായത് നമുക്ക് ഇപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് ആ സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക, ബ്രൗസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഡെസ്ക്ടോപ്പിൽ തന്നെയാണ് സേവ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫയൽ നെയിം എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ടുള്ള introduction.docs എന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ സേവ് ആസ് ടൈപ്പ് എന്ന് പറയുന്നത് വേർഡ് ഡോക്യുമെൻറ്റ് ഡോക്സിൽ തന്നെയാണുള്ളത്. അപ്പോൾ അതൊന്ന് നമ്മൾ മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ഇവിടുന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഇതാ PDF എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇൻട്രൊഡക്ഷൻ, അതായത് ഫയൽ നെയിം എന്ന് പറയുന്നത് .pdf മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി ഇത് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഞാൻ സേവ് ചെയ്യാൻ പോവാണ്. എന്താ സംഭവിക്കുക നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫയൽ സേവ് ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മിനിമൈസ് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പിൽ പോയിട്ട് നോക്കാം. കണ്ടോ, PDF ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന സംഭവം PDF ആയിട്ട് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കട്ടെ. കണ്ടോ, നമ്മുടെ വേർഡ് ഡോക്യുമെൻ്റ് PDF ആയിട്ട് മാറിയിട്ടുണ്ട്. കണ്ടല്ലോ. ഇനി വേറൊരു ടെക്നിക്ക് കൂടി ഞാൻ പറയാം. അതായത് വേർഡ്, എക്സൽ, പവർ പോയിന്റ് ഇതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു സൈറ്റ് ഉണ്ട്. അതാണ് office.com. ഓക്കെ, അപ്പോൾ അതൊന്ന് ഞാൻ എടുക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ office.com. ഇതിൽ നിങ്ങൾക്ക് കാണാം വേർഡ് ഉണ്ട്, എക്സൽ ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. വേണ്ടവർക്ക് ആ ലിങ്ക് ഒന്ന് നോക്കാം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് PDF ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഡോക്യുമെൻ്റ് എടുക്കാം. വേർഡ് ഡോക്യുമെൻ്റ് ആണ് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫയലിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ സേവ് ആസ് ഓപ്ഷൻ എടുക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ കാണാം. ഇതിൽ ഡൗൺലോഡ് ആസ് PDF എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. യുവർ ഡോക്യുമെൻ്റ് ഈസ് റെഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. ഓൾറെഡി ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഡൗൺലോഡ്സിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ PDF ഇവിടെ റെഡിയാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ രണ്ട് മെത്തേഡ്സിൽ നമുക്ക് PDF കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.